രത്നം പ്രശ്നോത്തരി 2010. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. എല്ലാ പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും യേശുക്രിസ്തുവിന്റെ നിശ്ചിത നാമത്തിൽ ഇന്ത്യ ഡിനോമിനേഷണൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ സ്നേഹവന്ദനം. നാം ബൈബിൾ രത്നം പ്രശ്നോത്തരിയുടെ സെമി ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വളരെ ആവേശകരമായ ഒരു മത്സരത്തിലൂടെയാണ് യുവ സഹോദരങ്ങളെല്ലാം സെമി ഫൈനൽ റൗണ്ടുകളിൽ എത്തിയിരിക്കുന്നത്. ഈ സെമി ഫൈനൽ റൗണ്ടിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളെ പരിചയപ്പെടാം. ബിജി വർഗീസ് ഫ്രം എറണാകുളം. ഷീ ഈസ് ഫ്രം സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. മിസ്റ്റർ റോഷി തോമസ് ഫ്രം ട്രിവാൻഡ്രം, studying in the Indian Institute of Electronics. Then Mr. Shine Cherian from Kumbanad, Indian Bible College. And Mr. Joel Thomas from Patnapuram, studying in the Mount Zion Engineering College. A hearty welcome to this stage, that is the semi-final stage of our Bible Ratnam Prashnottari 2010. The rounds are similar to the quarter-final rounds. സിമിലർ ആണ് പഴയ റൗണ്ട്സ് പോലെ തന്നെ ക്വാർട്ടർ ഫൈനൽസിലെ വ്യത്യാസങ്ങളൊന്നുമില്ല. ആൻഡ് നൗ വാട്ട് വി ഹാവ് ഇസ് ദ എക്സ്പ്രഷൻ റൗണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ സമ്മർദ്ദങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ യേശുവിന്റെ സാക്ഷികളായി പ്രശോഭിക്കുവാൻ കഴിയും? ബിജി വർഗീസ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അല്പസമയത്ത് ചിന്തിക്കുക, രാഷ്ട്രീയ സാമൂഹ്യ സമ്മർദ്ദങ്ങളിൽ ഒരു ക്രിസ്തീയ വിദ്യാർത്ഥിക്ക് എങ്ങനെ ഒരു അംബാസിഡർ ഓഫ് ക്രൈസ്റ്റ് ആയി ജീവിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനെ ആസ്പദമാക്കി ഞാനൊരു മാതൃക നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ രക്ഷിക്കാനും വിടുവിക്കാനും കഴിയുമെന്ന് അറിയാവുന്ന ദൈവത്തോട് അഭയയാചനയോട് കഴിച്ചതായി നാം കാണുന്നു. പിന്നെ തിമോത്തിയോസിനോട് ക്രിസ്തുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക, പടചേർത്തതിനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും തന്റെ ജീവന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ലല്ലോ എന്ന് പറയുന്നു. ഈ രാഷ്ട്രീയ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, അതായത് വെല്ലുവിളികൾ, ഓരോ പാർട്ടികളുടെയും പല പ്രശ്നങ്ങളും നടക്കുമ്പോൾ, ഒരു ആട്ടിൻകുഞ്ഞിനെ പോലെ യേശുക്രിസ്തു പറയുന്നത് പോലെ അവൻ നല്ല ഒരു കുഞ്ഞാടായി രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ ജീവിച്ചു. ആ ക്രിസ്തുവിനെ മാതൃകയാക്കി ഓരോ വിദ്യാർത്ഥിയും ക്രിസ്തുവിനെ പിൻപറ്റി ജീവിക്കാൻ ഞാൻ നിങ്ങളെ ഉത്ബോധിച്ചുകൊണ്ട് ഇരുന്നോളൂ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മേഖലകളിൽ, രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ് യുവാക്കൾ. അതുകൊണ്ട് സ്വാഭാവികമായി അവർ ആ മേഖലയിലേക്ക് കടന്നുപോകും. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടതായി വരും. കാരണം ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ അവർക്ക് ആ മേഖലകളിൽ ഒത്തിരി പ്രവർത്തിക്കാൻ കഴിയത്തില്ല. എന്നാൽ പൗലോസ് പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിലുള്ളവരുമായി സഹകരിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, അങ്ങനെയെങ്കിൽ ഈ ലോകം തന്നെ വിട്ടുപോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ ദൈവപൈതലായി ജീവിക്കുന്നതോടൊപ്പം നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതം ഒരേപോലെ ക്രമപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. പൗലോസ് ഒരിക്കൽ പറയുന്നു, യേശുക്രിസ്തുവിന്റെ അനുകാരിയായി ഞാൻ ഇരിക്കുന്നത് പോലെ എന്റെ അനുകാരികളാകണം നിങ്ങൾ. അങ്ങനെ പറയുവാൻ നമുക്ക് കഴിയും. പഴയ നിയമത്തിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ബാബേൽ സംസ്ഥാനത്ത് ചെന്നപ്പോഴും അവരുടെ ആ വിശുദ്ധിക്ക് ഒരു കോട്ടവും സംഭവിച്ചില്ല. അവരുടെ വിശുദ്ധിക്ക് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ട് സഹിച്ചവരവിടെ നിലനിന്നു. അതിൻ്റെതായ മാറ്റം അവരുടെ ജീവിതത്തിലും ആ ദേശത്തും ഉണ്ടാകുവാൻ ഇടയായി. അപ്പൊ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നമുക്കും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ നിൽക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. മിസ്റ്റർ ഷൈൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രേക്ഷകർക്കും എന്റെ സ്നേഹവന്ദനം. രാഷ്ട്രീയക്കാർ വാഗ്ദാനം ചെയ്യുന്നത് സമാധാനവും സന്തോഷവും ജീവിതത്തിന്റെ സ്ഥിരതയും കെയറിംഗും ആണെങ്കിലും അവർ പറയുന്ന വാഗ്ദാനങ്ങൾ ഒരിക്കലും അവർക്ക് പാലിക്കുവാൻ കഴിയുന്നില്ല.
എന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത, യേശുക്രിസ്തു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ ആ വാഗ്ദത്തം ലഭിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനും യേശുവിന്റെ ആ സ്നേഹത്തെക്കുറിച്ചും യേശുവിലൂടെ ലഭിക്കുന്ന സമാധാനത്തെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ നിശ്ചയമായിട്ടും ഇടയാകും. അങ്ങനെ സാമൂഹിക തലത്തിലും യേശുക്രിസ്തുവിന്റെ ശിഷ്യർക്ക് അഥവാ വിദ്യാർത്ഥികൾക്ക്, യേശുവിനെ അറിഞ്ഞ ഒരു വിദ്യാർത്ഥികൾക്ക് മറ്റുള്ളവരെ യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും, അങ്ങനെ യേശുവിന്റെ സമാധാനവും സന്തോഷവും ഈ രാഷ്ട്രീയ രംഗങ്ങളിലും സാമൂഹിക രംഗങ്ങളിലും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുവാനും അതിൻ പ്രകാരം അവരെ നല്ല നിലയിലേക്ക് നയിക്കുവാനും ഈ പുതിയൊരു ക്രിസ്തീയ തലമുറയെ വാർത്തെടുക്കുവാനും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കും. കർത്താവിന്റെ വിലയിൽ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയക്കാർക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും സമൂഹത്തിൽ വളരെ വിലയുണ്ട്. നമ്മൾ കാണുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു അവാർഡ് ദാന ചടങ്ങ് നടക്കുകയാണെങ്കിൽ അവിടെ അവാർഡ് കൊടുക്കുന്ന ഒന്നെങ്കിൽ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. യൂണിയൻ ഇലക്ഷന്റെ സമയത്ത് ഞങ്ങൾ കോളേജിലെ പ്രെയർ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അജണ്ട കൊടുക്കുമ്പോൾ ഞങ്ങൾ ചെന്ന് ട്രാക്ട് കൊടുക്കും. അപ്പോൾ ആ കാര്യം വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ആ ട്രാക്റ്റുകൾ വായിച്ചിട്ട് മറ്റുള്ളവരുടേതുപോലെ അല്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരുന്ന അനേകരുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഏത് സാഹചര്യത്തിലായാലും സുവിശേഷത്തിനുള്ള വാതിൽ, അനേകരെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കുവാനുള്ള അവസരം നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. അത് ഏറ്റവും തക്കത്തിലും ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആ വിഷയം കുറച്ചുകൂടെ വിശാലമാക്കി പറയുകയാണെങ്കിൽ ഇപ്രകാരമാണ്: രാഷ്ട്രീയ സാമൂഹ്യ സമ്മർദ്ദങ്ങളിൽ ഞങ്ങൾക്ക് എങ്ങനെ യേശുവിന്റെ സാക്ഷികളായി പ്രശോഭിക്കുവാൻ കഴിയും? നിങ്ങളെല്ലാം വിദ്യാർത്ഥികളാണ്. എന്നാൽ നിങ്ങൾ 3 പേരും ഞങ്ങൾക്കെന്നുള്ളൊരു ചിന്തയിലല്ല പറഞ്ഞത്, പൊതുവായ തത്വങ്ങളാണ് പറഞ്ഞത്. ഞങ്ങൾക്കെന്നുള്ള ഒരു ചിന്തയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് ജോവൽ തോമസ് മാത്രമാണ്. കാരണം ഏറ്റവും നിസ്സാരമായിട്ട് ട്രാക്ട് കൊടുക്കുന്ന ഒരു സംഭവം. എനിക്ക് ഈ തരുണത്തിൽ നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, നിങ്ങളായിരിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നമുക്കിങ്ങനെ ഇന്ന് പ്രസംഗങ്ങളാണ് ബാക്കിയുള്ളത്, പ്രവർത്തിക്കുവാനായിട്ട് ആളുകളില്ല. ഇംഗ്ലണ്ടിൽ ഒരു കൊച്ചു പെൺകുട്ടി, 1 നൂറ്റാണ്ട് മുൻപാണ്, അവളുടെ പിതാവിനോട് വന്ന് പറഞ്ഞു, എനിക്ക് ഒരു ചെറിയ വേദപുസ്തകം വേണം. അന്ന് വലിയ വേദപുസ്തകങ്ങളാണ്, 2-3 കിലോ ഭാരമുള്ള വലിയ പുസ്തകങ്ങൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. കാരണം പ്രിന്റിംഗ് ടെക്നോളജി അഡ്വാൻസ്ഡ് അല്ല. പിതാവ് ഒരു ധനികനാണ്. നിങ്ങൾക്കെല്ലാം അറിയാം കാഡ്ബറി ചോക്ലേറ്റ്സ്. അദ്ദേഹം കാഡ്ബറി ചോക്ലേറ്റിന്റെ നിർമ്മാതാവാണ്. മോളുടെ പേര് ഹെലൻ കാഡ്ബറി എന്നാണ്. മോളെ, എന്തിനാണ് ഈ കൊച്ചി ഒരു ചെറിയ, അതിൽ അല്പം ചെറുത്, പക്ഷേ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ വളരെ ഭാരമാണ്. പുസ്തകങ്ങളോടുകൂടി ഈ പുസ്തകം കൊണ്ടുപോകും. അതിന് ആ മധ്യാഹ്ന സമയത്തുള്ള ഇന്റർവെല്ലില് മറ്റു കുട്ടികളുമായിട്ടത് വായിക്കും. പിതാവ് ഈ ശുഷ്കാന്തി കണ്ടിട്ട് വളരെ വില കൊടുത്തിട്ട്, ഹെലൻ കാഡ്ബറി ചോക്ലേറ്റിന്റെ നിർമ്മാതാവാണ്, ഒരു ചെറിയ പോക്കറ്റ് ബൈബിൾ അച്ചടിപ്പിച്ചിട്ട് കുറച്ച് കോപ്പീസ് എടുത്തു, തന്റെ മകൾക്ക് കൊടുത്തു. അത് പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോകാം. ഹെലൻ കാഡ്ബറിയാണ് പോക്കറ്റ് ടെസ്റ്റ്മെൻ ലീഗ് എന്ന വിശ്വപ്രശസ്തമായ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. അവൾ പോയി ഈ ചെറിയ പുസ്തകം വെച്ച് കുഞ്ഞുങ്ങളോട് അവളുടെ സഹപാഠികളുമായിട്ടത് പങ്കുവച്ചു. ആദ്യമായിട്ട് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത് അവിടെ അടുത്ത സ്കൂളിനടുത്ത് നിൽക്കുന്ന ഒരു ട്രാഫിക് പോലീസുകാരനായിരുന്നു. അപ്പോൾ ഇവിടെ വിഷയം രാഷ്ട്രീയ സാമൂഹ്യ സമ്മർദ്ദങ്ങളിൽ ഞങ്ങൾക്ക് എങ്ങനെ യേശുവിന്റെ സാക്ഷികളായി ശോഭിക്കുവാൻ കഴിയും? നിങ്ങൾ ശോഭിക്കുന്ന കാര്യം പറഞ്ഞില്ല. മറ്റു വിദ്യാർത്ഥികൾ എങ്ങനെ ശോഭിക്കുമെന്നുള്ളതാണ് പ്രസക്തമായി നിങ്ങൾ ചിന്തിച്ചത്. ഇനി എന്റെ ചോദ്യം, എങ്ങനെ നിങ്ങൾക്ക് ശോഭിക്കുവാൻ കഴിയും? അത് നിങ്ങളുടെ ചിന്തയിലുണ്ടാവണം. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് തിയറി അല്ല ആവശ്യം, പ്രാക്ടിക്കൽ പേർപ്പസസ്. പ്രത്യേകിച്ച് രാഷ്ട്രീയം കൊണ്ട് പ്രബുദ്ധമായ ഈ കേരളത്തിൽ രാഷ്ട്രീയക്കാരുടേതായിട്ടുള്ള എല്ലാ കാര്യവും രാഷ്ട്രീയം ആവശ്യമാണ്. പക്ഷെ യേശുവിന്റെ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് സാമൂഹ്യ പ്രതിബദ്ധത സൃഷ്ടിച്ച് അനേകരെ ആ സ്നേഹത്തിലേക്ക് ആകർഷിക്കുവാൻ കഴിയും.
നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ക്രിയാത്മകമായ നേതൃത്വം കൊടുക്കുവാൻ കഴിയും. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള അഗതികളെയും അശരണരെയും ശുശ്രൂഷിക്കുവാൻ കഴിയും. എത്രയോ കഷ്ടങ്ങളുള്ള നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അതിന് മതത്തിന്റെ പ്രസരം ആവശ്യമില്ല. നിങ്ങളുടെ പ്രവർത്തികൾ, നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന യേശുവിന്റെ സ്നേഹത്തെ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. പലപ്പോഴും പ്രവൃത്തിയില്ലാത്ത പ്രസംഗങ്ങളാണ് യേശുവിനെ ഇന്ന് ആർക്കും കാണുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളാകുമ്പോൾ ഊർജ്ജസ്വലതയോടെ, കൂടുതലായി തീക്ഷ്ണതയോടെ പ്രവർത്തിക്കാൻ കഴിയും. അതിന് ഏറ്റവും അത്യാവശ്യം പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെങ്കിൽ മാത്രമേ യേശുവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പ്രവർത്തികളിലൂടെ പങ്കുവെക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അപ്രകാരം ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കും വിദ്യാർത്ഥി സമൂഹത്തിനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.